നമസ്കാരം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അന്താരാഷ്ട്ര നിയമങ്ങളെയും അതോടൊപ്പം തന്നെ നയതന്ത്ര മര്യാദകളെയും ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ഇറാന് നേരെ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അധ്യായമായിട്ട്, ഒരു നിർണായക അധ്യായമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു ജനാധിപത്യ സംവിധാനം പ്രതിഷ്ഠിക്കുക എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ സൈനിക നീക്കം അവിടെ ആരംഭിച്ചത്. യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇറാന്റെ ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയി ഉൾപ്പെടെ 40ഓളം ഉന്നത സൈനിക ഭരണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ സാധിച്ചത് സഖ്യകക്ഷികൾക്ക് വലിയ മേൽക്കൈ നൽകി. ഈ ഇന്റലിജൻസ് വിജയത്തിൽ മതിമറന്ന അമേരിക്കൻ നേതൃത്വം ഇറാന്റെ കേന്ദ്രീകൃത അധികാരം തകർന്നുവെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ എന്ന രാജ്യം കീഴടങ്ങുമെന്നും ഉറച്ച് വിശ്വസിച്ചു. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ ഒരു വലിയ തകർച്ചയുടെ തുടക്കമായിരുന്നുവെന്ന് വൈകാതെ ലോകത്തിന് ബോധ്യപ്പെട്ടു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച അത് ഇറാന്റെ അധികാര ഘടനയെക്കുറിച്ചുള്ള തെറ്റായ ധാരണയായിരുന്നു. കാരണം ഒരു ഉന്നത നേതാവ് അവിടെ കൊല്ലപ്പെട്ടാൽ തകരുന്ന രീതിയിലല്ല, മറിച്ച് പല തട്ടുകളിലായിട്ട് വികേന്ദ്രീകരിക്കപ്പെട്ട ഒരു സൈനിക ഭരണ സംവിധാനമാണ് ഇറാൻ വർഷങ്ങളായിട്ട് കെട്ടിപ്പടുത്തത് എന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞു. പ്രധാന നേതാക്കളുടെയൊക്കെ തന്നെ അഭാവത്തിലും കൃത്യമായിട്ടുള്ള പദ്ധതികളോടെ തിരിച്ചടിക്കാൻ ഇറാന്റെ പ്രാദേശിക കമാൻഡർമാർക്ക് സാധിച്ചു. തങ്ങളുടെ മണ്ണിൽ യുദ്ധം ഒതുക്കി നിർത്തുന്നതിന് പകരം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും സഖ്യകക്ഷികളിലേക്കും ഒക്കെ തന്നെ ഈ യുദ്ധം വ്യാപിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ സ്വീകരിച്ചത്. ഇതാകട്ടെ അമേരിക്കയെയും ഇസ്രയേലിനെയും പ്രതിരോധത്തിലാക്കി. തങ്ങളെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യ ഒന്നടങ്കം ചുട്ടരിക്കും, കത്തുമെന്ന ഇറാന്റെ ആ ഒരു മുന്നറിയിപ്പ് വെറും ഭീഷണിയല്ലെന്ന ലോകം ഭീതിയോടെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അമേരിക്കയുടെ അതിനൂതന മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോമിനും മറ്റ് വ്യോമ സുരക്ഷാ കവചങ്ങൾക്കും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പൂർണ്ണമായിട്ടും തടയാനായില്ല എന്നത് ആധുനിക യുദ്ധതന്ത്രത്തിലെ തന്നെ വലിയൊരു പരാജയമായിട്ട് ഇവിടെ കണക്കാക്കപ്പെട്ടു. ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ വൻകരയിൽ എത്തില്ലെന്ന ആത്മവിശ്വാസത്തിൽ പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിയ ട്രംപ് ഭരണകൂടത്തിന് മേഖലയിലെ തങ്ങളുടെ ഓരോ വ്യോമതാവളങ്ങളും ഇറാന്റെ കൃത്യമായ ലക്ഷ്യങ്ങളായി മാറിയത് തടയാനായില്ല. ഇതോടെ അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാവുകയും ഈ യുദ്ധം അത് അനിശ്ചിതമായിട്ട് നീളുകയും ചെയ്തു. 2 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് കരുതിയ സൈനിക നീക്കമാകട്ടെ ഇപ്പോൾ 2 മാസം പിന്നിട്ടിട്ടും ഒരു ലക്ഷ്യവും കാണാതെ തുടരുന്നത് വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പോലും വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായി മാറി. അമേരിക്കൻ ആഭ്യന്തര നിയമങ്ങൾ ട്രംപിന് മുന്നിൽ വലിയൊരു കടമ്പയായി മാറി എന്നതാണ് ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റിയത്. കോൺഗ്രസിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു രാജ്യത്തിന് നേരെ 60 ദിവസത്തിൽ കൂടുതൽ യുദ്ധം നയിക്കാനായിട്ട് പ്രസിഡന്റിന് നിയമപരമായിട്ടുള്ള അധികാരമില്ല. ഈ ഒരു കാലാവധി ഏപ്രിൽ മാസത്തോടെ അവസാനിക്കാനിരിക്കെ യുദ്ധം ജയിക്കാനോ ഇറാനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ ട്രംപ് വലിയ പ്രതിസന്ധിയിലായി മാറി. കോൺഗ്രസിൽ നിന്ന് അനുമതി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടുകൂടി നാണക്കേട് ഒഴിവാക്കാനായിട്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു വഴി അത് ഏകപക്ഷീയമായിട്ടുള്ള വെടിനിർത്തലായിരുന്നു. ഏപ്രിൽ 7-ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ യുദ്ധം ജയിച്ചുവെന്ന പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനായില്ല എന്നത് ഒരു വസ്തുതയായിട്ട് അവശേഷിക്കും. യുദ്ധം അവസാനിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാതെ തന്നെ സൈന്യത്തെ പിൻവലിക്കുന്ന വിചിത്രമായിട്ടുള്ള നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. കാരണം തങ്ങൾ തോറ്റുവെന്ന് സമ്മതിക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറല്ലെങ്കിലും ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തടയുകയോ അല്ലെങ്കിൽ ഭരണമാറ്റം നടത്തുകയോ ചെയ്യാതെ മടങ്ങുന്നത് വലിയൊരു രാഷ്ട്രീയ പരാജയമാണ്. യാതൊരുവിധ മധ്യസ്ഥ ചർച്ചകൾക്കും ഇറാൻ വഴങ്ങിയില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന് മങ്ങലേൽപ്പിക്കുകയും ചെയ്ത ഈ ഒരു പിന്മാറ്റം അത് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ഒരു വൻ ശക്തിയെ സ്വന്തം മണ്ണിൽ പ്രതിരോധിച്ചു നിർത്തിയ ഇറാൻ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ രാഷ്ട്രീയ മേധാവിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ ഈ യുദ്ധം വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങളുടെ സൈന്യത്തെ വിട്ടുകൊടുക്കില്ലെന്ന് ബ്രിട്ടൻ, ജർമ്മനി, അതോടൊപ്പം തന്നെ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയത് ട്രംപിനെ ചൊടിപ്പിച്ചു. സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഒറ്റപ്പെട്ടു പോയ അമേരിക്കയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇതിന്റെ പ്രതികാരമായിട്ട് ജർമ്മനിയിൽ നിന്നും സ്പെയിനിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജർമ്മനിയിൽ നിന്ന് 5000-ഓളം സൈനികരെ പിൻവലിക്കാനുള്ള നീക്കം യൂറോപ്പിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ പോര് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് തീർച്ചയായിട്ടും റഷ്യയ്ക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അമേരിക്കൻ സൈന്യം യൂറോപ്പിൽ നിന്ന് പിന്മാറുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകുന്ന അവസരം ചെറുതല്ല. യുക്രൈൻ അധിനിവേശം പൂർത്തിയാക്കാൻ റഷ്യ ഈ സാഹചര്യം ഉപയോഗിക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. യുക്രൈൻ്റെ 1/3 ഭൂപ്രദേശം പിടിച്ചെടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് പുടിൻ ഇവിടെ ആവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ പിന്മാറ്റം യൂറോപ്പിലെ മറ്റ് ചെറിയ രാജ്യങ്ങളിലേക്കും
റഷ്യൻ ഭീഷണി പടരാനായിട്ട് കാരണമാകും. സ്വന്തം രാജ്യത്തിൻ്റെ കാര്യം നോക്കി അമേരിക്ക മടങ്ങുമ്പോൾ റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന പുതിയൊരു ആഗോള സഖ്യം അവിടെ ശക്തിപ്പെടുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയൊരു വഴിത്തിരിവാണ്. ഇറാൻ ആകട്ടെ ഒരു പ്രാദേശിക ശക്തി എന്ന നിലയിൽ നിന്നും അജയ്യമായ ഒരു പ്രതിരോധ ശക്തിയായി മാറിയിരിക്കുന്നു. സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഈ ഒരു കരുത്ത് തിരിച്ചറിഞ്ഞ് പുതിയ സന്ധി ചർച്ചകൾക്കൊക്കെ തന്നെ തുടക്കമിടാനുള്ള സാധ്യതയുണ്ട്. UAE മാത്രമാണ് ഇപ്പോഴും ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഈ യുദ്ധത്തിന്റെ അനന്തരഫലം. കാരണം ഒരു മുറിവേറ്റ സിംഹത്തെ പോലെ ഇറാൻ ഇനി പശ്ചിമേഷ്യയിൽ കൂടുതൽ പിടിമുറുക്കാൻ ശ്രമിക്കുമെന്നത് മേഖലയിലെ സമാധാനത്തിന് തന്നെ ഒരു ഭീഷണിയായി തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രവാസികൾക്കും തീർച്ചയായിട്ടും ഈ യുദ്ധം നൽകിയ ആഘാതം വിവരണാതീതമാണ്. 1.5 മാസത്തോളം നീണ്ടുനിന്ന വ്യോമാക്രമണങ്ങളും അതോടൊപ്പം തന്നെ മിസൈൽ ഭീഷണികളും കാരണം ജനങ്ങൾ ഭീതിയുടെ നിഴലിലായിരുന്നു. UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് തന്നെ മലയാളികളടക്കമുള്ള പ്രവാസികൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് തള്ളി നീക്കിയത്. മിസൈലുകൾ ചീറിപ്പായുന്ന ആകാശത്തിന് താഴെ തങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും ഒക്കെ തന്നെ സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് പലരെയും നാട്ടിലേക്ക് മടങ്ങാൻ പോലും പ്രേരിപ്പിച്ചു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഈ മേഖലയിലെ ജനജീവിതം സാവധാനം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നത് തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസമാണ്. യുദ്ധം ഏറ്റവും കൂടുതൽ തളർത്തിയത് ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയാണ്. ടൂറിസം മേഖല പൂർണ്ണമായിട്ടും നിലയ്ക്കുകയും വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുകയും ചെയ്തതോടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. സ്കൂളുകളൊക്കെ തന്നെ ദീർഘകാലം അടഞ്ഞുകിടന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കാത്തത് സാമ്പത്തിക മാന്ദ്യത്തിന് വഴിതെളിച്ചു. GCC രാജ്യങ്ങളുടെ അടിസ്ഥാന വികസനത്തെയും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രതയെയും ഈ യുദ്ധം പിന്നോട്ടടിച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ ഔദ്യോഗികമായിട്ടുള്ള സമാധാനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അമേരിക്കൻ സൈന്യത്തിന്റെ ഈ ഒരു പിന്മാറ്റം അത് ബിസിനസ് മേഖലയിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിന് ശേഷം വിമാന കമ്പനികൾ സർവീസുകളൊക്കെ തന്നെ പുനരാരംഭിച്ചത് പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമായി മാറുകയുണ്ടായി. എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ഇത്തിഹാദ്, സൗദിയ തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഇപ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 മാസമായിട്ട് മുടങ്ങിക്കിടന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിച്ചതോടെ ഇന്ത്യയുടെ കുടുങ്ങിക്കിടന്ന 10,000-കണക്കിന് യാത്രക്കാർക്ക് ഇപ്പോൾ ഗൾഫിലേക്ക് തിരികെ പോകാനായിട്ട് സാധിക്കും. ടൂറിസ്റ്റ് വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങിയതുമൊക്കെ തന്നെ വിപണിയിൽ ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന മറ്റൊരു സംഘർഷത്തിൻ്റെ ആശങ്ക ഇപ്പോഴും പ്രവാസികളായ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അമേരിക്കൻ ജനതയ്ക്കിടയിൽ ട്രംപിൻ്റെ ഈ ഒരു സൈനിക നീക്കത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഏകദേശം 69% അമേരിക്കക്കാരും ഈ യുദ്ധം ഒരു അനാവശ്യ നീക്കമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പകരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യാനായിട്ട് പണം ചിലവഴിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളെ അവിടെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതാകട്ടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. ഒരു വലിയ വിജയം പ്രതീക്ഷിച്ച് ഇത്തരത്തിൽ ഇറങ്ങിത്തിരിച്ച ട്രംപിന് പരാജയം സംബന്ധിച്ചും പിന്മാറേണ്ടി വന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിന് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അത് ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ തങ്ങളുടെ മണ്ണിൽ നിന്ന് തുരത്താനായിട്ട് കഴിഞ്ഞത് അവരുടെ ആത്മവീര്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ യുദ്ധം അവസാനിച്ചെങ്കിലും ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ തന്നെ തുടരുന്നതിനാൽ തന്നെ അവർ റഷ്യയുമായിട്ടും ചൈനയുമായും കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. ഇതാകട്ടെ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു ധ്രുവീകരണത്തിന് കാരണമായി മാറും. അമേരിക്കയെ വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം പ്രതിരോധം ശക്തമാക്കുന്നതാണെന്ന പാഠമാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ യുദ്ധത്തിൽ നിന്നും ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ആകാശത്ത് ഇപ്പോഴും കാർമേഘങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. അമേരിക്ക എന്ന ശക്തിയേറിയ ആ ഒരു രാജ്യം മുറിവേൽപ്പിച്ചു വിട്ട സിംഹമാണ് ഇന്ന് ഇറാൻ. തങ്ങളെ അനാവശ്യമായിട്ട് ആക്രമിച്ചതിന് ഇറാൻ എന്ന് പകരം ചോദിക്കുമെന്ന ഭയം സൗദി അറേബ്യ പോലെയുള്ള അയൽ രാജ്യങ്ങളെയും വേട്ടയാടുന്നുണ്ട്. ഏതായാലും യുദ്ധം നിർത്തിയെങ്കിലും സമാധാന കരാറുകളൊന്നും തന്നെ ഒപ്പിടാത്തതിനാൽ തന്നെ ഇപ്പോഴും പശ്ചിമേഷ്യൻ പ്രദേശം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് പറയാൻ സാധിക്കും. എങ്കിലും താൽക്കാലികമായി ഉണ്ടായ ഈ ഒരു വെടിനിർത്തൽ സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പട്ടിണിയും ഭീതിയും നിറഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഇപ്പോൾ അവർ പതുക്കെ തൊഴിലിടങ്ങളിലേക്കും ഒക്കെ തന്നെ മടങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇറാന് നേരെ അമേരിക്ക നടത്തിയ ഈ ഒരു നീക്കം അത് പടിഞ്ഞാറൻ അപ്രമാദിത്വത്തിൻ്റെ അന്ത്യത്തിൻ്റെ തുടക്കമായാണ് പലരും വീക്ഷിക്കുന്നത്. കൃത്യമായ പദ്ധതിയോ ലോകരാജ്യങ്ങളുടെ പിന്തുണയോ ഇല്ലാതെ നടത്തിയ ഈ ഒരു സൈനിക നീക്കം അമേരിക്കയുടെ ഇമേജിനെ ആഗോളതലത്തിൽ തന്നെ തകർത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യ ഇനി ആരുടെ നിയന്ത്രണത്തിലായിരിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാനായിട്ട് ആർക്കും കഴിയുകയില്ല. എങ്കിലും പ്രവാസികൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഈ സമാധാന കാലം തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പുതിയൊരു അവസരമാണ് നൽകുന്നത്. ആഗോള രാഷ്ട്രീയം എത്ര തന്നെ സങ്കീർണമായാലും യുദ്ധത്തിന് പകരം ചർച്ചകളിലൂടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കണമെന്ന വലിയൊരു പാഠം കൂടി
ഈ 2 മാസക്കാലത്തെ സംഘർഷം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്.